BCC News ki swagatam neti mukhyanశాలు. And I'll be very honest with you, as an Indian, I feel sad that we are actually being led today by compromised leaders who are cowards. പക്ഷേ ഞാൻ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ, നമ്മൾ ഇന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ഭീരുക്കളായ നേതാക്കന്മാരെയാണ് കാണാൻ കഴിയുന്നത്. Because if there was a time when we needed our Prime Minister, our Chief Minister, our leaders to stand up for us, it is today. ഇന്ന് നമുക്ക് ആവശ്യം നമ്മളുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി, ഈ നാടിന്റെ ഭരണം നിർവഹിക്കുന്ന നേതാക്കൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്, നമ്മൾ നോക്കുന്നത്. So whenever I observe that there are leaders who have become lost in their own power, who have become arrogant, who are only becoming more and more corrupt and distant from the public, I always say that is the time that the public must awaken. അതുകൊണ്ട് ഞാൻ ഇന്ന് നോക്കുമ്പോൾ, ഞാൻ ചുറ്റും നോക്കുമ്പോൾ, ഇന്ന് ഇത്രമാത്രം ധാർഷ്ട്യത്തോടു കൂടിയുള്ള അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അഴിമതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നേതൃത്വത്തെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, അപ്പോഴാണ് ജനങ്ങൾ ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. So sisters and brothers, this is the time for you to wake up and for you to understand that if you don't bring about change now, you are going to face 5 more years of merciless governance, of difficulty and of struggle. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതാണ് ആ സമയം. നിങ്ങളുടെ അടുത്ത 5 വർഷം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. കരുണയില്ലാത്ത, നമ്മുടെ ജനങ്ങളോട് പിന്തുണ നൽകാത്ത ഒരു സർക്കാരിനെ മാറ്റേണ്ട സമയമാണ് ഇന്ന്.